വളരെ ഇമ്പോർട്ടൻറ്റും അത്യാവശ്യവുമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഇൻഫർമേഷൻ വീഡിയോസ് ഞാൻ കുറവാണ് ചെയ്യുന്നത് എൻ്റെ ചാനലിൽ. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന കെയർ ഗിവേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാനൊരു ഇമ്പോർട്ടൻ്റ് മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലിയെ ഇൻഫോം ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം എൻ്റെ ജോലി തന്നെ പോയേനെ, എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞേനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. എനിക്ക് അബദ്ധം പറ്റാൻ കാരണം എൻ്റെ പേഷ്യൻ്റ് കാരണമാണ്. അതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ വിവരങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. אני עבדה להספיק בחיים שלו. איך את יודעת? כי דיברנו על זה פעם קודמת, מה לגדל ילדים לבד זה קל? בטח שלא. זה לא אחד ולא שתיים. נכון. ഇവർ ഈ പറഞ്ഞ മെസ്സേജ് എന്താണെന്ന് ആക്ച്വലി എനിക്ക് ശരിക്കും ഹീബ്രു ഒരുപാട് അറിയത്തില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അമ്മച്ചി 3 പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചു കേട്ടോ. അതിനുശേഷം അപ്പോൾ എന്നോട് ഫാമിലി പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഒപ്പിടേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒപ്പിടാനായിട്ട് അവർ ചോദിക്കുവാണെങ്കിൽ ഉടനെ തന്നെ നീ ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മമ്മയുടെ മോളെ വിളിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ പേഷ്യൻ്റ് ഒരിക്കലും സമ്മതിക്കുന്നില്ല. കാരണം അവരുടെ പ്രായത്തിൻ്റെ ഒരു ഇതാണ്. കാരണം എല്ലാം എനിക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് അവരോട് പറയുന്നത് എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റിൽ എന്നെ ഫോൺ ചെയ്യാൻ അനുവദിക്കാതെ ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു ചെയ്തത്. ആ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചതാണ് കേട്ടോ. കാരണം നമ്മുടെ ജോലിയിലൊരു പ്രശ്നം വരാൻ പാടില്ലല്ലോ. കാരണം നമ്മളൊരു ജോലിക്ക് വന്നതാണ്, നമ്മളുടെ രാജ്യത്തല്ല, നമ്മൾ രാജ്യം വിട്ട് വേറെ ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഒരുപാട് സൂക്ഷിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതും ഇങ്ങനെ ചിലപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മൾ നോക്കുന്നത്. പലരും പലതരത്തിലുള്ള പേഷ്യൻസിനെയാണ് നോക്കുന്നത്. കെയർ ടേക്കേഴ്സിന് എല്ലാവർക്കും ഒരേ രോഗിയായിരിക്കത്തില്ല, പലതരം രോഗങ്ങൾ. ചിലപ്പം ഓർമ്മയുള്ളവരായിരിക്കാം, ഓർമ്മയില്ലാത്തവരായിരിക്കാം. ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാം എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷേ ആൾക്ക് കുറച്ച് വാശി കൂടുതലാണ്. ആ വാശി കൂടുതലുള്ള കാര്യം മക്കൾക്കെല്ലാം അറിയാം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാശിയുടെ പുറത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങൾ ഇൻഫർമേഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എപ്പോഴും എന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മാറി നിന്ന് പോലും ഫോൺ ചെയ്യാൻ ഇരിക്കും. നമ്മളാണ് അവരെ നിരീക്ഷിക്കേണ്ടത്, പക്ഷേ തിരിച്ച് എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് അവരുടെ ഈ ഒരു പ്രായത്തിൻ്റെതും അവർ ജീവിച്ചു വന്ന ആ ഒരു മെൻറ്റാലിറ്റിയും കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറ്റിയതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു ലേഡി വന്നു വീട്ടിലേക്ക്. ഹോം നേഴ്സാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. വീട്ടിലോട്ട് കയറി. അപ്പോൾ വരുന്നതിന് മുന്നേ കുറച്ച് നേരം മുന്നേ ഫോൺ ചെയ്തു, ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മമ്മ ഭയങ്കര വെപ്രാളം, എനിക്ക് പെട്ടെന്ന് റെഡി ആകണം, ആൾ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയാക്കി. ഞാൻ ഓക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയതിന് ശേഷം വരാമെന്ന് പറഞ്ഞ ലേഡി വന്നിട്ട് ഇവരിങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അമ്മമ്മയ്ക്ക് സംസാരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഈ ഒരു സംഭവം സംഭവിച്ചത്. പെട്ടെന്ന് അവർ കുറച്ച് പേപ്പറുകൾ എടുക്കുന്നു, ഒപ്പിട്ട് മേടിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എന്നെ ഫോൺ ചെയ്യാൻ സമ്മതിക്കാത്ത കാരണം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വീഡിയോ എടുത്തു വെച്ചു. ഈ ഒരു വീഡിയോ എടുത്തു വച്ചത് കൊണ്ട് മാത്രം ഇന്ന് ഞാൻ ഇപ്പോഴും എൻ്റെ ഈ ജോലിയിൽ തുടർന്നു പോകുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരെന്നെ ഫസ്റ്റ് എന്നെ ഭയങ്കരമായിട്ട് കുഴച്ചു. എന്നുവെച്ചാൽ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന മാതിരിയൊക്കെ സംസാരിച്ചു. കാരണം നീ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ പറഞ്ഞിരുന്നതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട്, ഏതായാലും നീ വീഡിയോ എടുത്തത് വലിയൊരു ഉപകാരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അമ്മയുടെ സ്വത്ത് ഈ ഒരു വീടും സംഭവമൊക്കെ അവർ എഴുതി മേടിക്കാനാണ് ഈ ഒരു പേപ്പർ മൊത്തം ഒപ്പിട്ട് മേടിച്ചിട്ടുള്ളത്. ഇനിയിപ്പം ഞങ്ങൾക്ക് എവിടെയൊക്കെ പോകണം, ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്, എന്താ സംഭവിക്കുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എന്നോട് പറഞ്ഞത്. അങ്ങനെ വൈകുന്നേരം മകൾ ജോലി കഴിഞ്ഞ് വന്നു. രാത്രി വരേക്കും ഭയങ്കര എനിക്ക് പ്രഷർ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം ഇപ്പം ഈവൻ നമ്മൾക്കായിരുന്നാലും ആ ഒരു പ്രഷർ ഉണ്ടാകും. കാരണം ഒരാൾ വന്ന് ഓർമ്മയില്ലാത്ത ഒരു അമ്മമ്മ അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചു കൊണ്ടുപോയി, എന്താണ് ഒപ്പിട്ട് മേടിച്ചത് എന്നൊന്നും അറിയാതെ ഭയങ്കരമായിട്ട് വിഷമിച്ച്
ഭയങ്കരമായിട്ട് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു, ചെറുമക്കളെയൊക്കെ അറിയിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അവസാനം ഈ ചെറുമക്കൾ ഇടപെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത് ആ ലേഡിയെ കണ്ടെത്തി അവരാ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇവിടെ കെയർ ഗീവേഴ്സായിട്ട് ജോലി ചെയ്യുന്ന നിങ്ങളോടാണ് പറയാനുള്ളത്, എനിക്ക് പറ്റിയ ആ ഒരു അബദ്ധം ഒരിക്കലും നിങ്ങൾക്ക് വരരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കുക, കെയറായിട്ടിരിക്കുക. കാരണം നമ്മൾ വേറൊരു കൺട്രിയിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ജോലിയും നമ്മുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് എല്ലാവരും ഇരിക്കുക. നിങ്ങളുടെ ആ പേഷ്യൻസിൻ്റെ ആ സ്വഭാവത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നാൽ അവരെ കേൾപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപകാരമാണ്. നമ്മളുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ട്, നമ്മളുടെ ഈ ഒരു ജോലിയിൽ തുടരാനായിട്ട് ഇതൊരു നല്ലൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അത് മറ്റുള്ളവരുടെ ഒരു അറിവിലേക്ക് അത് നല്ലതാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഉപകാരപ്രദമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.